കേരളത്തിൽ BJP NDA മുന്നണിയുടെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥി നമ്പർ 1 ആയി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് അപകീർത്തിപ്പെടുത്തി പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, അപകീർത്തിപ്പെടുത്തണം. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ശോഭാ സുരേന്ദ്രനെയും പണം വാങ്ങി വോട്ട് വിൽക്കുന്നയാളാണ് പാലക്കാട്ടുകാർ എന്ന് പാലക്കാട്ടുകാരെയും അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷാഫി പറമ്പിലിൻ്റെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമ ചെറ്റകളും കൂടി തയ്യാറാക്കിയ സമ്പൂർണ്ണ നാടകമാണ് ഈ അരങ്ങേറിയത്. അതാണ് വാസ്തവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസായി വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു പത്രം ഓഫീസിൽ നിന്ന് ഒരു പത്രപ്രവർത്തകന്മാർ, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ, റിപ്പോർട്ടർക്ക് വിവരമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അത് പോകട്ടെ. ചുമതലാബോധമുള്ള എഡിറ്റോറിയൽ ടീമിലുള്ള പ്രമോദ് രാമനെ പോലെയുള്ള ചില ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ ശോഭാ സുരേന്ദ്രൻ്റെ ഫോൺ നമ്പർ ഇവരുടെ കയ്യിലില്ലേ? സാമാന്യ സംസ്കാരമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇവർ ആ നിമിഷം മൊബൈൽ ഫോണിൽ ബന്ധപ്പെടണ്ടേ? ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരായി വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? ആരോപണം പുറത്തുവിടുന്ന അതേ സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ മറുപക്ഷവാദവും കൂടി പുറത്തുവിടാൻ ഈ മാധ്യമം ബാധ്യസ്ഥനല്ലേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതുണ്ടാവാത്തതിൻ്റെ കാരണം ഈ തിരക്കഥയിൽ, ഈ ചെറ്റത്തരത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചത് കോഴിക്കോട്ടെ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതാണ് യാഥാർത്ഥ്യം. പിന്നീട് സകല മാധ്യമങ്ങളും കൂടി അതങ്ങ് ഏറ്റെടുക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പണം